പോപ്പുലർ ഫ്രണ്ട് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി തിരിഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശി അറസ്റ്റിലാകുമ്പോൾ പുറത്തു വരുന്നത് നിർണായക വിവരങ്ങളാണ്. ജാഫർ ഭീമന്റെ അവിടെയാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്നും NIA പിടിയിലായത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനങ്ങൾ എന്ന നിലയിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നതെന്ന് NIA പറയുന്നു. കണ്ണൂരിൽ ഇനിയും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒളിവിലുണ്ട് എന്നാണ് NIA നിരീക്ഷണം. കേസിൽ നേരത്തെ സമർപ്പിച്ച NIA കുറ്റപത്രം അനുസരിച്ച് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരെയും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെയും പുറത്താക്കിയും ഇല്ലാതാക്കിയും രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയെന്ന PFIയുടെ ലക്ഷ്യം നടപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച് ആയുധ പരിശീലനം നടത്തിയിരുന്നതെന്നും വ്യക്തമാക്കുന്നു. ഈ ഓപ്പറേഷനിലെ പ്രധാനിയായിരുന്നു ജാഫർ. കണ്ണൂരിലെ സുരക്ഷിതത്വത്തിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത്. ദീർഘകാലമായി ഒളിവിലായിരുന്ന ഇയാൾ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ കേസിലെ 51ാം പ്രതിയാണ്. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാൾക്കെതിരെ പ്രധാന ആരോപണം. ഇതിനായി തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തിയെന്നും NIA പറയുന്നു. അതിരഹസ്യ ഓപ്പറേഷനിലൂടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കേരള പോലീസും അന്വേഷണത്തിൽ നന്നായി സഹകരിച്ചു. കണ്ണൂർ റൂറൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായിരുന്നു അറസ്റ്റ്. B. ജാഫർ എന്നാണ് യഥാർത്ഥ പേര്. ഭീമന്റെ അവിട എന്നാണ് വീട്ടുപേര്. മാട്ടൂൾ സൗത്തിലാണ് വീട്. കാക്കാടൻ ചാൽ എന്ന സ്ഥലത്തെ വീട്ടിൽ നിന്നും 11-ാം തീയതി 6 മണിയോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം കൊച്ചിയിലെത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഓപ്പറേഷനിലെ വസ്തുതകളെല്ലാം പുറത്തു വന്നത്. കൈവെട്ട് കേസിൽ പ്രതിയായ സവാദിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ജാഫർ ഭീമന്റെ അവിട പിടിയിലായത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രമായ ഗ്രീൻ വാലി അടച്ചുപൂട്ടുന്ന അവസരത്തിൽ ജാഫറിന് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ കണ്ണൂരിലെ ഒരു വീട്ടിൽ ഒളിവിലായിരുന്നുവെന്ന് പറയുന്നു. സവാദിന്റെ അറസ്റ്റിൽ നിന്നാണ് ജാഫറിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകൾ ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മാസ്റ്റർ ട്രെയിനർ എന്നാണ് ഭീമന്റെ അവിടെ ജാഫർ അറിയപ്പെട്ടിരുന്നത്. NIA പ്രത്യേക സംഘവും കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഇയാളെ പിടികൂടാനായത്. കേസിൽ അറസ്റ്റിലായ 59ാം പ്രതിയാണ് ജാഫർ. കേസിൽ ഇതുവരെ 60 പ്രതികൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യവുമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന PFIയുടെ ഭാഗമായിരുന്നു ജാഫർ എന്ന് NIA അന്വേഷണത്തിൽ കണ്ടെത്തി. കേഡർമാർക്ക് ആയുധ പരിശീലനം നൽകുകയും അവരെ ഭീകരാക്രമണ സ്ക്വാഡിലേക്ക് റിക്രൂട്ട് ചെയ്ത് പ്രവർത്തിക്കുവാൻ സജ്ജമാക്കുകയും ചെയ്യുന്നത് ജാഫർ നേതൃത്വം നൽകിയിരുന്നു. NIA റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ നിരവധി കൊലപാതക ശ്രമങ്ങളിലും ആക്രമണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ഭീമന്റെ അവിടെ ജാഫർ. പാലക്കാട്ടെ RSS നേതാവ് ശ്രീനിവാസന്റെ വധക്കേസിലും ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയാണ് ഇയാൾ. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള ഭീകര ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഒളിവിലുള്ള മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും NIA അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ആയുധ പരിശീലനമടക്കം ഇയാൾ നൽകിയിരുന്നതായി NIA വക്താവ് പറയുന്നു. PFI നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘത്തിലായിരുന്നു ഇത്.